കൊല്ലം പുനലൂരിൽ സ്ഫോടകവസ്തു പൊട്ടിത്തെറിച്ച് യുവാവിന്റെ ഇടത് കൈക്ക് പരിക്കേറ്റു. മലവാതുക്കൽ സ്വദേശി ബിനുവിനാണ് കൈപ്പത്തിക്കും വിരലുകൾക്കും സാരമായി പരിക്കേറ്റത്. ഏത് തരം സ്ഫോടകവസ്തുവാണെന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നിർമ്മാണം നടക്കുന്ന വീടിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കാണപ്പെട്ട സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത്. പൊതിഞ്ഞ നിലയിലായിരുന്ന വെളുത്ത രൂപത്തിലുള്ള വസ്തു തുറന്നു പരിശോധിക്കുന്നതിനിടയിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. കൈക്ക് സാരമായി പരിക്കേറ്റ ബിനു ചികിത്സ തേടി. ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ പണി നടക്കുന്നിടത്ത് ഞാൻ സ്ഥിരമായിട്ട് അവിടെ വരികയും പോവുകയും എൻ്റെ കുഞ്ഞുങ്ങളും ഭാര്യയൊക്കെ ആയിട്ട് അവിടെ വന്ന് തൂത്തുവാരി വൃത്തിയാക്കി ഇടുന്നതാണ്. ഇന്നലെ തൊട്ടപ്പുറത്ത് വീട്ടിൽ വെള്ളം അടിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് വിളിച്ച് അവിടെ വന്ന് അവർക്ക് മോട്ടറിട്ട് വെള്ളം അടിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് തൂക്കാൻ പരിക്കാത്തോട്ട് കയറാൻ നേരത്തെ താൽക്കാലികമായിട്ട് 2 പടി കെട്ടിയേക്കുന്ന എൻ്റെ സൈഡിലൊരു വെളുത്തുള്ളിയുടെ കറക്റ്റ് വെളുത്തുള്ളിയുടെ പരുവത്തിലൊരു ഉണ്ടായിരുന്നു. ഞാനത് വെളുത്തുള്ളിയാണെന്ന് പറഞ്ഞ് ഞാനെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മനസ്സിൽ പറഞ്ഞത് എന്തോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ തിരുനുമ്പി അവിടെ തന്നെ തട്ടിൻ്റെ കമ്പ് കിടന്ന് പറഞ്ഞെടുത്ത് വലത്തോട്ട് ഇങ്ങനെ തട്ടി മാറ്റിയതും അതീവ ഭയങ്കരമായിട്ടൊരു ഫ്ലാഷ് ചെയ്യും. എൻ്റെ കൈയുടെ ഇടത്തെ കൈയുടെ 2 വിരലും അതിഭയങ്കരം. ഇനി എന്തോ അവസ്ഥയാണെന്ന് അറിയാൻ വയ്യ. 3/4 ഭാഗത്തോളം 2 വിരലും ചിതറിപ്പോയി. കാട്ടുപന്നികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന പടക്കമാണ് പൊട്ടിത്തെറിച്ചതെന്ന് സംശയിക്കുന്നു. എന്നാൽ തന്റെ വീടിന് മുന്നിൽ പന്നിശല്യമില്ലെന്ന് ബിനു പറഞ്ഞു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്ഫോടക വസ്തുവിന്റെ സാമ്പിൾ ഫോറൻസിക് സംഘം വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊല്ലം.